അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു അത്ഭുത ആയത്താണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങളുടെ വിലയേറിയ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക. ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളിലും എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം പിണങ്ങി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരുടെ സഹോദരങ്ങൾക്കിടയിൽ ഉമ്മയും മക്കളും തമ്മിലുള്ള പിണക്കം, അങ്ങനെ അതിൻ്റെ പേരിൽ ഒട്ടേറെ വിഷമിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായി ആ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച് ഈ ഒരു ഖുർആൻ വചനം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. അതായത് സൂറത്തുൽ ത്വാഹയിലെ 39-ാമത്തെ ആയത്ത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക. അത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് സമയം തിരഞ്ഞെടുത്താൽ ഏറ്റവും ഫലം. അതായത് ളുഹ നിസ്കരിച്ചതിന് ശേഷമോ പിന്നെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ സമയമാണെങ്കിൽ ഏറ്റവും ഫലപ്രദം. അങ്ങനെ നിയ്യത്ത് വെച്ച് ഇന്ന ഉദ്ദേശത്തിനാണെന്ന് നിയ്യത്ത് വെച്ച് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിച്ച് ഈ ഒരു ആയത്ത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുക. ഇന്ന ആളുമായിട്ടുള്ള പിണക്കം മാറണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി 100 പ്രാവശ്യം ഈ ഒരു ആയത്ത് ഓതി ആത്മാർത്ഥമായി കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൈനീട്ടി ഒന്ന് ദുആ ചെയ്ത് നോക്കൂ. കണ്ണീരോടുകൂടി യാചിച്ചു നോക്കൂ. ഈ ആയത്തിൻ്റെ മഹത്വം കൊണ്ട്, പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വം കൊണ്ട് ആ ഒരു ബന്ധങ്ങളുള്ള വിള്ളലുകൾ അത്ഭുതകരമായി മാറുന്നത് അനുഭവിച്ചറിയാം. 100% ഫലപ്രാപ്തിയാണ്. നമുക്ക് അനുഗ്രഹമായി ഇറക്കിയ ഖുർആൻ വചനങ്ങൾ കൊണ്ടാണ് നമ്മുടെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് എല്ലാ ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഖുർആനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ യാചിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഫലം കിട്ടാതിരിക്കും? പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. ഹലാലായ ഉദ്ദേശത്തിന് മാത്രമേ പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അതിന് തിരിച്ചടി ഉണ്ടാകും. ഹലാലായ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഈ ഒരു ഇബാദത്ത് ഒരു 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമോ ഒന്ന് തുടർച്ചയായി വളരെ ആത്മാർത്ഥമായിട്ട് 2 റക്അത്ത് ഹാജത്ത് നിസ്കരിക്കുക.